ഇന്ന് സ്കൈ വാച്ചിൽ കാലാവസ്ഥ വിശേഷങ്ങൾ പറഞ്ഞു തരാൻ ഗൗതം ഉണ്ട്. ഗൗതം, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു പൊതു കാലാവസ്ഥ, പൊതു അന്തരീക്ഷാവസ്ഥ എങ്ങനെയാണ്? സേതു, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. സേതു സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് പ്രത്യേക വലിയ മുന്നറിയിപ്പുകളൊന്നുമില്ലാത്ത, സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പൊന്നുമില്ലാത്ത ശൈത്യകാലത്തിൻ്റെ ഒരു സാധാരണ ദിവസമായിരിക്കും. സംസ്ഥാനത്ത് പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. അടുത്ത കുറച്ച് ദിവസങ്ങളിലും കേരളത്തിൽ വരണ്ട കാലാവസ്ഥയായിരിക്കും ഉണ്ടാകുക. അത് തുടരാനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് പരമാവധി താപനില 34 ഡിഗ്രി സെൽഷ്യസ് വരെയും അതോടൊപ്പം തന്നെ കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. ചിലയിടങ്ങളിൽ ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മുന്നറിയിപ്പുള്ളത്. ഇനി പ്രധാനമായും നമ്മൾ കാലാവസ്ഥ റിപ്പോർട്ടിൽ നോക്കുക താപനിലയെ സംബന്ധിച്ചാണ്. ഇന്ന് ഓരോ സ്ഥലത്തെയും താപനില സംബന്ധിച്ച് നമുക്കൊരു പരിശോധന നടത്തിയാൽ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസും. കൊച്ചിയിൽ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. അതോടൊപ്പം തന്നെ കോഴിക്കോട് കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസുമാണ്. അത് നമുക്കിവിടെ കാണാം. അതോടൊപ്പം തന്നെ ജനുവരി മാസമായതിനാൽ കേരളത്തിൽ സുഖകരമായ ശൈത്യ കാലാവസ്ഥയാണ് ഉണ്ടാവുക. പുലർച്ചെയും രാത്രിയും നേരിയ തണുപ്പും പകൽ സമയത്ത് മിതമായ ചൂടും പ്രതീക്ഷിക്കാം. പുലർച്ചെയും രാത്രിയിലും മഞ്ഞോ അല്ലെങ്കിൽ നേരിയ മൂടൽമഞ്ഞോ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾക്കുള്ള പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ്. ഇന്ന് അത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നുമില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിലവിൽ മത്സ്യബന്ധനത്തിന് തടസ്സവുമില്ല. അത്തരത്തിൽ മത്സ്യബന്ധനം നടത്താൻ കഴിയുന്ന ഒരു ദിവസമായിട്ടായിരിക്കും ഇന്ന് അനുഭവപ്പെടുക. മറ്റ് മഴ മുന്നറിയിപ്പില്ലാത്തത് കൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും കടലിൽ പോകാനും മീൻ പിടിക്കാനും സാധിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിൻ്ററിലെ സാധാരണ ദിവസമായി ഈ ദിവസം കടന്നു പോകും. ഓക്കെ ഗൗതം.